കുമാർ പറയൂ സുജാതൻ ഇന്ന് പച്ച ഷർട്ടൊക്കെ ഇട്ടിട്ട് വന്നു. ഭരണമാറ്റത്തിന്റെ സൂചനയായിട്ടാണോ പച്ച ഷർട്ട് മാറ്റിയിരിക്കുന്നത്? കേരളം പഠിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗാണ്. അപ്പം ഞാൻ ഈ കേരളത്തിൽ നിന്ന് അയൽ സംസ്ഥാനത്തിലേക്ക് മാറിയാൽ തമിഴ്നാട്ടിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു എക്സിറ്റ് പോൾ പ്രവാചകനും പറയാത്ത ചില റിസൾട്ടുകളാണ് വന്നിരിക്കുന്നത്. അവിടെ പിന്നെ വിജയുടെ പാർട്ടി ജോസഫ് വിജയ് TVK ഒരു കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. അണ്ണാ DMK BJP സഖ്യം തൊട്ടടുത്തുണ്ടെങ്കിലും വളരെ ദൂരെയാണ്. അവിടുത്തെ ഭരണകക്ഷി സ്റ്റാലിൻ്റെ DMK 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്തു. കേരളത്തിലെ LDF ഭരണത്തെ ജനം തൂത്തെറിഞ്ഞതുപോലെ തമിഴ്നാട്ടിലെ ജനങ്ങൾ DMK ഭരണത്തെയും വെറുത്തിരുന്നു. എന്താണ് ഈ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ അടിസ്ഥാനം? ഒന്ന്, സുജാതൻ ഓർമ്മയില്ലേ, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിച്ച് പോയൊരു കാര്യം പറഞ്ഞിരുന്നു ഞാൻ. തമിഴ്നാട്ടിൽ കറപ്ഷൻ എന്ന് പറയുന്ന അഴിമതിയും സ്വജനപക്ഷപാതവും കൊടികുത്തി വാഴുകയാണ്. സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഭരണത്തിൽ ഇത്രയും വലിയ അഴിമതി തമിഴ്നാട്ടിലെ ജനങ്ങൾ കണ്ടിട്ടില്ല. നമ്മളെല്ലാവരെയും പറ്റി പറയും, കരുണാനിധി എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് കറപ്ഷൻ്റെ ആളായിരുന്നു, ശാസ്ത്രീയമായി അഴിമതി നടത്തുന്ന വ്യക്തിയായിരുന്നു. എന്താണ് കരുണാനിധിയുടെ മകനാണെങ്കിൽ അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് കറപ്ഷൻ നടത്തണമെന്നാണ് ആൾക്കാർ പറയുന്നത്. ജയലളിതയും മറ്റും നടത്തിയെന്ന് പറയുന്ന കറപ്ഷൻ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമില്ല, കുട്ടികളുടെ കളിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുള്ളൂ. അവർ സിനിമാ രംഗത്ത് നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ സാമാന്യ ജനങ്ങൾക്ക് ഈ കറപ്ഷൻ്റെ തോതിനെ പറ്റി വലിയ ബോധ്യം ഉണ്ടായി. ഇത്തവണ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായി. കറപ്ഷൻ മാത്രമല്ല, വനിതകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ പരസ്യമായിട്ടല്ലേ ഓരോ DMK ഗുണ്ടകൾ ചെന്നിട്ട് ഈ വനിതകളുടെ അവർ നടത്തുന്ന കച്ചവട സ്ഥാപനങ്ങളിലേക്ക് കയറി അവരെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതും മോളസ്റ്റ് ചെയ്യുന്നതൊക്കെ. അതിനൊന്നും കേസെടുക്കില്ല. പോലീസിനെ മൊത്തം പൊളിറ്റിസൈസ് ചെയ്തു. ഇയാൾ ഈ സ്റ്റാലിൻ പറയണ അയാൾക്ക് നിയന്ത്രണം കംപ്ലീറ്റ് വിട്ടുപോയി. കാരണം അയാൾ സുഖമല്ല, അയാൾ എപ്പോഴും മരിക്കാവുന്നൊരവസ്ഥയിലാണ്. ഇപ്പോൾ ഈ ഉദയനിധി ആയിരുന്നു ഇതെല്ലാം. ഉദയനിധിയുണ്ട്, ഉദയനിധിയുടെ അളിയൻ, അതായത് ഈ സ്റ്റാലിൻ്റെ മകളുടെ ഭർത്താവ് ശബരീഷ് എന്ന് പറഞ്ഞ ആളുണ്ട്. അവർ രണ്ടുപേരും കൂടിയാണ് എല്ലാ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഈ നമ്മുടെ AIDMK നേതാവ് ഇയാൾ എടപ്പാടി പഴനിസ്വാമി, അയാൾ ഇന്നെഫക്റ്റീവാണ്, അയാളൊരു പരാജയമാണെന്ന് അയാൾ കഴിഞ്ഞ ഭരണ സമയത്ത് തന്നെ തെളിയിച്ചു കഴിഞ്ഞതാണ്. അയാളെ കൊണ്ട് അയാളൊരു ഡിഫോൾട്ട് വഴിയാണ് അയാൾ നേതാവായത്. അത് അതിനൊരു ചരിത്രം ഉണ്ടായിരുന്നു, ഈ എന്തുകൊണ്ടാണ് ഇയാൾ മുഖ്യമന്ത്രി ആയതെന്ന്. ശശികല ജയിലിൽ പോയത് കാരണം അയാൾക്ക് മുഖ്യമന്ത്രി ആവാൻ പറ്റി, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. താൽക്കാലിക അറേഞ്ച്മെൻറ്റിനാണ് അയാൾ മുഖ്യമന്ത്രി ആയത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഭജനം മൂത്ത് ഊരാൺമയായി എന്ന് പറഞ്ഞ പോലെ അയാൾ അവിടെ കയറി പറ്റിയിരുന്നു. പിന്നെ AIDMK മൊത്തം ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് പോയി. ജയലളിതയുടെ മരണത്തിന് ശേഷം AIDMK ഇപ്പോൾ പറഞ്ഞ പോലെ പനീർശെൽവത്തിന് ഒരു ഫാക്ഷൻ, എടപ്പാടി പഴനിസ്വാമിക്ക് ഒരു ഫാക്ഷൻ, TTV ദിനകരനൊരു ഫാക്ഷൻ, പിന്നെ ശശികലയ്ക്ക് ഒരു ഫാക്ഷൻ, അങ്ങനെ കുറേ പേര് ഉണ്ടായി. അവസാനം പനീർശെൽവൻ പോയി DMKയിൽ ചേർന്നു. പിന്നെ ജയലളിതയുടെ വിശ്വസ്തൻ്റെ ചെങ്കോട്ടയ്യൻ ഉണ്ടായിരുന്നു, അയാൾ പോയി TVKയിൽ ചേർന്നു, ജോസഫ് വിജയുടെ പാർട്ടിയിൽ ചേർന്നു. അപ്പോൾ ഈ ഒപ്പീനിയൻ പോളിലെല്ലാം വളരെ വിചിത്രമായ ഫലങ്ങളാണ് വന്നത്. അതിൽ ഒരു മൈ ഒപ്പീനിയൻ മൈ എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞൊരു ഏജൻസി മാത്രമാണ് ഇയാൾക്ക് 100 സീറ്റിൽ കൂടുതൽ കിട്ടുമെന്ന് പ്രവചിച്ചത്. അയാളെ എല്ലാവരും പരിഹസിക്കുകയൊക്കെ ചെയ്തു. പ്രദീപ് ഗുപ്ത എന്ന് പറഞ്ഞതാണ് ഇയാൾ. ഏതായാലും 111 സീറ്റ് ഉണ്ടായിരുന്നു ആർക്കാ, വിജയ്ക്ക്. അവസാനത്തെ റിപ്പോർട്ട് ഞാൻ കാണുമ്പോൾ 111 സീറ്റ് ഒക്കെയാണ്. അവരുടെ കേവല ഭൂരിപക്ഷത്തിന് 117 സീറ്റ് വേണം. ഇനി ഒരു 6-7 സീറ്റിൻ്റെ കുറവുണ്ട്. അപ്പം ഇപ്പം എന്താ ഉണ്ടായിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വിജയുടെ പാർട്ടിക്കാർ വിജയ്ക്ക് വേണ്ടി സംസാരിക്കണവരുണ്ടല്ലോ, വിജയ്ക്ക് സംസാരിക്കണമെന്ന് അറിയില്ല. അവർ പറയണത് ഞങ്ങൾക്ക് BJP ആയിട്ട് ഞങ്ങൾക്ക് യാതൊരു സഖ്യം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞേക്കണേ. ഈ DMK ആയിട്ടും സഖ്യം ഉണ്ടാവില്ല എന്ന് പറയുന്നു. പക്ഷേ DMKക്കകത്ത് കോൺഗ്രസ്സിന് കിട്ടിയിരിക്കുന്ന സീറ്റുകളും പിന്നെ VCK എന്ന് പറഞ്ഞ ദലിത് ആൾക്കാരുടെ ഒരു പാർട്ടിയുണ്ട്, വിടുതലൈ ചുരുതായികൾ കക്ഷി, ഒരു തിരുമാവളവൻ എന്ന് പറയുന്ന ഒരാളുടെ പാർട്ടിയാണ്.
അവർ ചിലപ്പോൾ കൂടി ചേർന്നുണ്ടെങ്കിൽ 8-10 സീറ്റ് 2 പേർക്കും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് കേവല ഭൂരിപക്ഷമായി. അതല്ലെങ്കിൽ അയാൾക്ക് AIADMK ആശ്രയിക്കേണ്ടി വരും. പക്ഷേ വേറെ കുഴപ്പമുള്ളത് ഇയാൾക്ക് കണ്ടുപോകാൻ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട പല കേസുകളുണ്ട് ഈ ജോസഫ് വിജയ്ക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അയാൾക്ക് കേന്ദ്രത്തിൽ BJP ബൈപ്പാസ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല. ബുദ്ധിമുട്ടുണ്ടാക്കാമല്ലോ എത്രയാണെങ്കിലും. 2 ED ഉദ്യോഗസ്ഥന്മാരെ വിട്ടാൽ പോരാ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടി അയാൾ BJP പറയണ പോലെ, കേന്ദ്ര നേതൃത്വം പറയണ പോലെ ചിലപ്പോൾ AIADMK ആയിട്ട് സഖ്യം ഉണ്ടാക്കാൻ മതി. അങ്ങനെയാണ് DMK വിൽ ബി ഔട്ട്. അതാണ് നടക്കണം. അപ്പം ഇതിൽ തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ പരാജയം സാധിച്ചത് സംഭവിച്ചിരിക്കുന്നത് സ്റ്റാലിനേക്കാളും കൂടുതൽ BJPക്കാണ്. BJP എന്ത് പറ്റിയെന്നറിയോ? BJP അണ്ണാമലൈനെ മാറ്റിയവർ. അണ്ണാമലൈനെ മാറ്റേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം അണ്ണാമലയുടെ ഒരു ആഗ്രഹം BJP ഒറ്റയ്ക്ക് മത്സരിച്ച് തങ്ങളുടെ ശക്തി തെളിയിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അദ്ദേഹത്തിന് ഈ ദ്രാവിഡൻ പാർട്ടികളോട് ഭയങ്കര ദേഷ്യമാണ്. പ്രത്യേകിച്ച് DMK എന്ന് പറയുന്ന ഒരു ആൻറ്റി നാഷണൽ പാർട്ടിയാണ്, ഇന്ത്യ വിരുദ്ധ രാഷ്ട്രീയ പാർട്ടിയാണ് DMK. ഇപ്പോൾ ഓരോ കാര്യം എടുത്തു നോക്കിയാലും അവർ ഇന്ത്യക്ക് എതിരായിട്ടുള്ള നടപടികൾ മാത്രമാണ് അവർ നടത്തുന്നത്. ഇപ്പോൾ കട്ടിങ് സൗത്ത് എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു, അത് സ്പോൺസർ ചെയ്തത് DMK ആണ്. പിന്നെ അതുമാത്രമല്ല, സ്റ്റാലിൻ ഒരിക്കൽ ഈറോഡിൽ വെച്ചൊരു സമ്മേളനത്തിൽ പറഞ്ഞതാണ്, ഞങ്ങളിപ്പോഴും സെപ്പറേറ്റ് ദ്രവീഡിയൻ ലാൻഡ്, സെപ്പറേറ്റ് ദ്രവീഡിയൻ നേഷന് വേണ്ടി വാദിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഒരിക്കലും ഇന്ത്യയുടെ ഭാഗമല്ല. അതുകൊണ്ടാണ് അവർക്ക് ഹിന്ദി, അവർ ഹിന്ദുത്വത്തിനെതിരാണ് അവരൊക്കെ, അത് അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഐഡിയോളജി. അവർ പറയുന്നത് ഹിന്ദി എന്ന് പറയുന്നത് ഹിന്ദുത്വമാണെന്നാണ് പറയുന്നത്, സാൻസ്ക്രിറ്റ് എന്ന് പറയുന്നത് ഹിന്ദുത്വമാണെന്നാണ് പറയുന്നത്. ഇതിനൊക്കെ അവരെതിരാണ്. ഈ കോൺഗ്രസ്സുകാർ തുടങ്ങിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, ലോങ് ബാക്ക് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ തുടങ്ങിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഇന്നവരെ തമിഴ്നാട്ടിൽ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. സുജാതൻ അറിയോ, ഈ നമ്മുടെ രാജീവ് ഗാന്ധി ലോഞ്ച് ചെയ്ത സ്കൂളുകളുണ്ട്, ജവഹർ നവോദയ വിദ്യാലയ. ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനത്തിലാണ് ജവഹർ നവോദയ വിദ്യാലയം ഇല്ലാത്തത്. അത് തമിഴ്നാടാണ്. DMK-ക്കാരെതിരായതിന് അവർ സ്ഥലം കൊടുത്താലല്ലേ സ്കൂൾ പണിയാൻ പറ്റുള്ളൂ. 3 ലാംഗ്വേജ് ഫോർമുല അവർക്ക് എന്താ പറയണ, അവർ സമ്മതിക്കില്ല. ഹിന്ദി പഠിക്കാൻ സമ്മതിക്കില്ല ജനങ്ങളെ, വിദ്യാർത്ഥികളെ. അപ്പോൾ അതൊക്കെ ചെയ്യണ തെറ്റാണ്. അപ്പോൾ BJP അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇന്ത്യയുടെ ഒരു ഭാഗമാണ് തമിഴ്നാട്, അവിഭാജ്യ ഘടകമാണ് തമിഴ്നാട്, ഞങ്ങൾ ഇന്ത്യക്കാരാണ് എന്ന് ധൈര്യമായിട്ട് പറയാനായിട്ടും അണ്ണാമലയ്ക്ക് മാത്രമേ സാധിച്ചുള്ളൂ. ഇതിനു മുമ്പ് ജയലളിതയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ജയലളിത ഇതൊക്കെ ആയിരുന്നെങ്കിലും വളരെ ദേശീയ ബോധമുള്ള ഒരു വ്യക്തിയായിരുന്നു. അവരൊരിക്കലും ഞങ്ങൾ ഇന്ത്യയിലൊരു സെപ്പറേറ്റ് രാജ്യമാണെന്നോ അല്ലെങ്കിൽ തമിഴ് എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ആളാണെന്നോ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. അവർ പറയുന്ന പോലെ നമ്മളൊക്കെ ഭാരതീയരാണ് എന്ന വിശ്വാസത്തിലുള്ളവരാണ്. അപ്പം അതുകൊണ്ട് ഈ AIADMK-യിലെ എടപ്പാടി പഴനിസ്വാമിയുടെ നിർബന്ധപ്രകാരമാണ് ഈ അണ്ണാമലയെ മാറ്റിയത്. അണ്ണാമലയെ മാറ്റിയിട്ട് പകരം BJP-യുടെ പ്രസിഡൻ്റായിട്ട് വന്ന ആളാരാ? AIADMK ഒന്ന് പുറത്താക്കിയ ഒരു നാഗേന്ദ്രൻ എന്ന് പറഞ്ഞ ആളാണ്. അയാൾ ഈ ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞ പോലെയാണ്. അയാൾക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാൻ പാടില്ല. അയാൾ ആ പാർട്ടിനെ കോളാക്കി. അമിത്ഷാ ഒരു സ്ട്രാറ്റജി തമിഴ്നാടിന് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കും, അത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കും, അതിനൊരു വിജയം ഉണ്ടാവും എന്നൊക്കെ ആയിരുന്നു നമ്മളിപ്പുറത്ത് നിന്നപ്പോൾ തോന്നിയത്. പക്ഷേ അത് പരാജയപ്പെട്ടു. അവിടെ പിന്നെ അണ്ണാമലൈ ആയിരുന്നു ശരി. അണ്ണാമലൈ വന്നു കഴിഞ്ഞപ്പോഴാണ് തമിഴ്നാട്ടുകാർ തന്നെ അറിയണത്, BJP എന്ന് പറഞ്ഞാൽ ഇന്നതാണോ, ഇതുപോലെ ഒരു രാഷ്ട്രീയ സംഘടനയാണോ BJP എന്ന് അവർ മനസ്സിലാക്കണം. പക്ഷേ ഈ AIADMK-ക്ക് മനസ്സിലായി, BJP വളർന്നാൽ AIADMK തകരുന്നു മനസ്സിലായി. ആ AIADMK തകർക്കാൻ വേണ്ടി BJP-നെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ അണ്ണാമലൈനെ മാറ്റണം എന്ന് നിർബന്ധിച്ചത്. അങ്ങനെ ഞാനൊന്ന് ചോദിക്കട്ടെ, വിജയ് ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് ഏതാനും മാസങ്ങളെ ആയിട്ടു. അതെ, ആ പാർട്ടിയുടെ ക്യാമ്പയിൻ പീരീഡിൽ അയാൾ വലിയൊരു ദുരന്തം സംഭവിച്ചു. ഒരെണ്ണം മറ്റേ കരൂരിൽ ഒരു സ്റ്റാമ്പേഡ് ഉണ്ടായി. അപ്പോൾ അവിടെ 10-13 പേർ മരിച്ചു, 40ഓളം പേര് മരിച്ചു. അതെ, സോറി, അത്രയും വലിയൊരു കാഷ്വാലിറ്റിയൊക്കെ സംഭവിച്ചു. എന്നിട്ട് ആ ജനങ്ങൾക്കിടയിൽ ഇത്രയും വലിയൊരു സ്വാധീനം ഉണ്ടാക്കാത്ത കാര്യത്തിൽ എന്തൊരു മാജിക്കാണ് അദ്ദേഹം പ്രയോഗിച്ചത്. അത് സുജാതൻ, അതിലെ
ഇയാൾ സിനിമയിൽ പ്രതിനിധീകരിക്കുന്ന കഥാപാത്രങ്ങൾ കാരിക്കേച്ചർ ചെയ്യുന്ന കഥാപാത്രങ്ങൾ മുഴുവനും കുട്ടികൾക്കും വനിതകൾക്കും പെൺകുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ്, യുവാക്കൾക്കൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അവർ ഇയാളുടെ ആ എന്താണ് പറയുന്നത് ചാംസ് അതിനകത്ത് മയങ്ങിപ്പോയി. അങ്ങനെ ആണ് ഇയാൾക്ക് ഇത്രമാത്രം പോപ്പുലാരിറ്റി കിട്ടിയത്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, അയാളൊരു ക്രിസ്ത്യനാണ്, റോമൻ കത്തോലിക്കനാണ്. തമിഴ്നാട്ടിൽ നല്ലൊരു ക്രിസ്ത്യൻ എന്താ പറയുക സാന്നിധ്യമുണ്ട്. പലരും പേര് കേൾക്കുമ്പോൾ ഹിന്ദു ആണെന്ന് തോന്നുമെങ്കിലും അവരെല്ലാവരും ക്രിസ്ത്യൻസാണ്. ഇയാളുടെ അച്ഛനൊരു ഇവാഞ്ചലിസ്റ്റാണ്, ചന്ദ്രശേഖർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ക്രിസ്ത്യൻ ബെൽറ്റ് മുഴുവനും ഇയാൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ എന്താ ദലിത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ കുറേ പേര് ഇയാൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമ ഇമേജ് സമയത്ത് കമൽഹാസന് ചെയ്യാൻ പറ്റാത്തതാണ് ഇയാൾക്ക് പറ്റിയത്. അതെ, അത് മാത്രമല്ല, ഒരു കാര്യം ഓർക്കണം, ഇയാൾ രാഷ്ട്രീയ പാർട്ടി ലോഞ്ച് ചെയ്ത് വിത്തിൻ 1 ഇയർ അയാൾ അധികാരത്തിലെത്തുകയാണ്. അത് എന്താ ഗവൺമെന്റിൽ കയറുകയാണ്. ഇതിനു മുമ്പ് അതിന് സമാന്തരമായിട്ടുള്ളൊരു സംഭവം നടന്നിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്. NT രാമറാവു അദ്ദേഹം തെലുങ്കുദേശം രൂപീകരിച്ചു. അദ്ദേഹത്തിൻ്റെ 60ാം പിറന്നാളിന് തൊട്ട് മുമ്പ് ആ പാർട്ടി രൂപീകരിച്ച ഉടനെ ഇലക്ഷൻ കഴിഞ്ഞ് അദ്ദേഹം മുഖ്യമന്ത്രിയായി. അതിനുശേഷം രാഷ്ട്രീയത്തിൽ വന്ന സിനിമാ നടന്മാരിൽ നമ്മുടെ പവൻ കല്യാൺ ഒഴിച്ച് ബാക്കി എല്ലാവരും പരാജയമായിരുന്നു. പക്ഷേ അതിന് വേറൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. NT രാമറാവു ഇന്ദിരാഗാന്ധിയോട് തിരുപ്പതി സീറ്റ് ആവശ്യപ്പെട്ടു, പാർലമെൻറ്റ് സീറ്റ്. അത് അവർ കൊടുത്തില്ല. കൊടുക്കാതിരുന്നത് ആന്ധ്രയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ അതിനെ എതിർത്തു. PV നരസിംഹറാവു മുതൽ ജനാർദ്ദൻ റെഡ്ഡി വരെയുള്ള ആളുകളും എതിർത്തു. അന്ന് ശിവശങ്കർ ജീവിച്ചിരിക്കുന്ന സമയമാണ്. അവരൊക്കെ എതിരായിരുന്നു. ഇയാളൊരു സിനിമാക്കാരനാണ്, അയാളെ അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ടതെന്ന്. അവിടെ നിന്ന് അദ്ദേഹം ആന്ധ്രയുടെ ആത്മാഭിമാനം, തെലുഗു പ്രൈഡ് അതിനെ നിർത്തിക്കൊണ്ടാണല്ലോ ഈ ഒരു രഥയാത്ര, ചൈതന്യ യാത്ര. അയാൾ ഉണ്ടാക്കുന്ന സ്വാധീനം കണ്ട് ഇന്ദിരാഗാന്ധി പോലും അമ്പരുന്നു. അതിനിടയ്ക്ക് ഇന്ദിരാഗാന്ധി വേറൊരു മണ്ടത്തരം കൂടി കാണിച്ചിരുന്നു സുജാതൻ. 4 വർഷത്തിനിടയിൽ 6 മുഖ്യമന്ത്രിമാരെ വെച്ചു തമിഴ്നാട്ടിൽ, കർണാടകത്തിൽ. ഒരു ഭവനം വെങ്കിട്ടരാമൻ, പിന്നെ തെഞ്ചൂർ അഞ്ചയ്യ, ഇതിനൊക്കെ പറഞ്ഞ് വഴി കൂടി പോകണ്ടവനെയൊക്കെ പിടിച്ച മുഖ്യമന്ത്രിയാക്കി. ആരും പേര് പോലും കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു, ഹേ ദേർ ഹൂ യു ആർ. അപ്പോൾ അഞ്ജയ്യാജി യു ബി ദ ചീഫ് മിനിസ്റ്റർ, RK ലക്ഷ്മണന്റെ ഒരു കാർട്ടൂൺ ആയിരുന്നു. അപ്പോൾ അത് തെലുങ്കന്മാരെ മുഴുവൻ അപമാനിച്ചതിന് തുല്യമാണ്. പിന്നെ എന്താ അവര് പൊതുവെ മുഖ്യമന്ത്രിമാരോടുള്ള അവരുടെ പെരുമാറ്റം ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ NTRന്റെ തെലുങ്ക് ദേശവുമായ ഒരു കമ്പാരിസൺ വിജയ് അർഹിക്കുന്നില്ല. ഇല്ല, അർഹിക്കുന്നില്ല തീർച്ചയായിട്ടും. അത് ഈ വിജയ് രാഷ്ട്രീയത്തിൽ വന്നത് പാർട്ടി രൂപീകരിച്ച് ഒരു രാഷ്ട്രീയ പാരമ്പര്യം ഇല്ലാണ്ടാണ് വരുന്നത്. മറ്റേ എനിവേ അയാളൊരു ഗവൺമെൻറ് രൂപീകരിച്ചാൽ കണ്ടറിയണം എന്താണ് അതിൻ്റെ ഭാവി, എന്തായിരിക്കും എന്നറിയില്ല. ഇനിയിപ്പോൾ പറഞ്ഞ പഴയ റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വെച്ച് ഭരിക്കാൻ നോക്കിയിരിക്കുകയാണ് അയാളെ അഡ്വൈസ് ചെയ്യാനായിട്ട്. ഈ പറഞ്ഞ പോലെ MGRും ഭരണത്തിലെത്തി കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ MGRന് ആയിക്കൂടെ ഒരു ആശയക്കുഴപ്പത്തിലായിരുന്നു. പക്ഷെ MGRന് അഡ്വൈസേഴ്സ് കുറേ പേരുണ്ടായിരുന്നു.